ജോജു നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ഇമോഷണൽ മൂവി കമലഹാസൻ നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാവരും നായകനെ കമ്പയർ ചെയ്താൽ വരുന്നത് ആ ഒരു ബൂം ഇതിനകത്തില്ല. ആ ഒരു അല്ല മാസം അവസാനത്തെ ആക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു ആക്ഷൻ അവസാനത്തെ കമലഹാസനും മറ്റേ ചിമ്പുമായിട്ടുള്ള ആക്ഷൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു നായകനെ കമ്പയർ ചെയ്ത് വന്നാൽ അത്ര ഒരു നമുക്കൊരു ബൂം കിട്ടിയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ആരാണ്? അല്ല പെർഫോമൻസ് വൈസ് ചിമ്പു ആണോ കമലഹാസനാണോ സ്കോർ ചെയ്തിരിക്കുന്നത്? കമലഹാസന്റെ മുന്നിൽ വരുമ്പോഴത്തേക്കുള്ള പതറോ ശരിക്കും ഒന്നുമല്ല. ജോജു നന്നായിട്ടുണ്ട്. ജോജു കുഴപ്പമില്ല, നന്നായിട്ട് പ്രധാനപ്പെട്ട വശം തന്നെയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ട് പടം? മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നായകനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. ആ ഒരു കുഴപ്പമാണ്. ടെക്നിക്കൽ ഇടിലും ആക്ഷൻ രംഗങ്ങളും ക്യാമറയൊക്കെ ഇടിലിനായിട്ടാണ്. മണിരത്നം ടിപ്പിക്കൽ മണിരത്നം പടം തന്നെ. പക്ഷെ ഇതൊരു ഞാൻ പറഞ്ഞു, എനിക്ക് നായകനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ആയിട്ടില്ല അല്ലേ? നമുക്കറിയാം ഒരുപാട് പ്രായമായിട്ടുണ്ട്. പക്ഷേ ആ പ്രായത്തെ അതിജീവിക്കുന്നത് ഇങ്ങനെ പെർഫോമൻസ് കൊണ്ട് തകർത്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കിടിലം പടമാണ്. ആക്ഷനൊക്കെ അടിപൊളിയാണ്. കാരണം അദ്ദേഹത്തിന് അത്രയും പ്രായമുണ്ട്. ഈ പ്രായത്തിലും പഞ്ച് സാധനമാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ആക്ഷനാണോ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതോ കഥയ്ക്കാണോ? ആക്ഷനുണ്ട്, കഥയെല്ലാം കൂടെ മിക്സിംഗ് ആണ്. കാരണം ചിമ്പു ഒരു രക്ഷയില്ല. ചിമ്പു ഒക്കെ അടിപൊളിയാണ്. ചിമ്പു ഇനി തമിഴിന്റെ അടുത്ത ഒരു സ്റ്റാർ ആവാൻ സാധ്യതയാണ്. കാരണം ചിമ്പുവിന്റെ ഒരു കംബാക്ക് ആയിട്ടാണ് സിനിമ. നായകനേക്കാൾ വില്ലന് പ്രാധാന്യം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. നായകനെക്കാട്ടും വില്ലന് പ്രാധാന്യം ഉണ്ടെന്നല്ല, ഇത് ആ കഥ പറഞ്ഞു പോകുന്ന രീതി അങ്ങനെയാണ് ആ സിനിമ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ഈ സിനിമ തുടക്കം തന്നെ മനസ്സിലാവും ഈ ക്യാരക്ടർ ചിമ്പു എന്ന വില്ലൻ തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതങ്ങനെയാണ് സിനിമ മേക്ക് ചെയ്ത് പോയിരിക്കുന്നത്. ഇതിന്റെ രവി കെ ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാമറാമാൻ ഒരു രക്ഷയില്ല. അടിപൊളി ഫ്രെയിമാണ്. ഇതിന്റെ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. ഇതിന്റെ സ്ക്രിപ്റ്റും സൂപ്പറാണ്. ടിപ്പിക്കൽ മണിരത്നം പടമാണ്. ടിപ്പിക്കൽ മണിരത്നം പടമാണ്. ടിപ്പിക്കൽ മണിരത്നം തന്നെയാണ് സിനിമ. കമലഹാസൻ കോംബോയാണ് നായകൻ. സിനിമ നമുക്കറിയാം. അതിന് ശേഷം വന്നിട്ടുള്ള കിട്ടില്ല സാധനമാണ്. ഹിറ്റാണ് സിനിമ. എൻ്റെ തിയേറ്ററാണ്. കമലഹാസൻ തകർത്തില്ല. ഫിലിമാണ്. ആക്ഷൻ നന്നായിട്ട് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടില്ല. പിന്നെ എല്ലാം കൊണ്ട് കാണാൻ പറ്റും. കമലഹാസൻ തകർത്തില്ല. യാതൊരു ലാഗും ഇല്ല. തമിഴ് അറിയാത്ത സബ്ജക്റ്റുകൾ കാണാം. എല്ലാം തന്നെ പ്രോബ്ലം. എല്ലാം കൊണ്ട് തന്നെ. ചിമ്പൊക്കെ എങ്ങനെ? ചിമ്പു ചിമ്പു ആണ് ചെയ്തത്. എല്ലാം തന്നെ ചെയ്തത്. ബിറ്റ്രയൽ ഫ്രഞ്ച് ഫിലിമാണ്.